അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് നീ ഒരു കാര്യം ചെയ്യൂ, ഇവരിൽ സന്താനോൽപാദനം നടത്തൂ, അല്ലെങ്കിൽ രാജ്യം അനാഥവും എന്ന് സത്യവതി പറഞ്ഞു. അമ്മേ എൻ്റെ ശപഥം അമ്മയും കൂടി കേട്ടതല്ലേ? അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ 2 ശപഥം ചെയ്തത് അമ്മ കേട്ടതല്ലേ? അതെ, ശപഥം ഞാൻ കേട്ടിട്ടുണ്ട്. നീ രാജ്യം ഉപേക്ഷിച്ചു, വിവാഹവും ഉപേക്ഷിച്ചു. പക്ഷേ അത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതല്ലേ? അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ നേതാക്കന്മാർ പറയണത്, ഒരു സാഹചര്യത്തിൽ ചെയ്തതല്ലേ, അടുത്ത സാഹചര്യം വരുമ്പോൾ അത് മാറും. ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു, അയാൾ ഏത് സാഹചര്യത്തിൽ വന്നാലും നല്ലതാ. ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി, അയാൾ ഏത് സാഹചര്യത്തിൽ പോയാലും പൊട്ടയാ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നടക്കുക, സാഹചര്യത്തിനനുസരിച്ചാണല്ലോ നയങ്ങൾ ഉണ്ടാവുക. ഇത് കണ്ടുകൊണ്ട് അപ്പോൾ സത്യവതി പറഞ്ഞു, അതെ നീ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ശപഥം ചെയ്തു, അതിപ്പോൾ കണക്കാക്കില്ല, അപ്പോൾ സാഹചര്യം മാറിയില്ലേ? എന്തായാലും നിൻ്റെ അനുജന്മാരുടെ ഭാര്യമാരിൽ സന്താനങ്ങളെ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ രാജ്യം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ, ഭീഷ്മൻ്റെ വാക്ക് മാറില്ല. അതെ, ഞാൻ വേണമെങ്കിൽ 3 ലോകങ്ങൾ ഉപേക്ഷിക്കാം, ദേവലോകം ഉപേക്ഷിക്കാം, പിന്നെ വല്ല ലോകം ഉണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കാം, പക്ഷേ എൻ്റെ വാക്ക് ഞാൻ ഉപേക്ഷിക്കില്ല. ഭൂമി അതിൻ്റെ ഗന്ധം കൈവിട്ടേക്കാം, അതെ, ജലം അതിൻ്റെ രസം കൈവിട്ടേക്കാം, രൂപം തേജസ്സിനെ ഉപേക്ഷിച്ചേക്കാം, വായു അതിൻ്റെ സ്പർശം കൈവിട്ടേക്കാം, സൂര്യൻ അതിൻ്റെ ശോഭ കൈവിട്ടേക്കാം, ചന്ദ്രൻ അതിൻ്റെ ശീതം ഉപേക്ഷിച്ചേക്കാം, അഗ്നി അതിൻ്റെ ചൂട് ഉപേക്ഷിച്ചേക്കാം, യമൻ തൻ്റെ ധർമ്മം ഉപേക്ഷിച്ചേക്കാം, ഇന്ദ്രൻ തൻ്റെ വീര്യം ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ഭീഷ്മൻ സത്യം ഉപേക്ഷിക്കില്ല, ഞാൻ പ്രതിജ്ഞയിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അതമ്മ മോഹിക്കണ്ട എന്ന് അദ്ദേഹം സത്യവതിയോട് ഓപ്പണായിട്ടാണ് പറഞ്ഞു.